കോവാലൻ്റ് ബോണ്ട്, അതിനെ നമ്മൾ മോളിക്കുലാർ ബോണ്ടെന്ന് വിളിക്കുന്നു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ട് ദാറ്റ് ഈസ് ഫോംഡ് between two combining atoms by mutual sharing of one or more pairs of electron. ഒരു ബെസ്റ്റ് ഉദാഹരണം പറയാം. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു പോയിന്റ് കൂടെ എഴുതിയിട്ട് the atoms of non-metal having 5, 6, 7 electrons in their outermost shell bracket except carbon which have 4 electrons and hydrogen which has just 1 electron bracket close ചെയ്യാം. Atoms of such element elements do not favor electron transfer due to energy consideration and thus share their electrons with the surrounding atom. അതായത് എനർജിയുടെ ഒക്കെ ഒരു കൺസെപ്റ്റ്, എനർജിയുടെ ഒക്കെ കൂടുതലും കുറവൊക്കെ ഉള്ളതുകൊണ്ട് ആരും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. എനർജിയുടെ ഒക്കെ കൂടുതലും കുറവൊക്കെ ഉള്ളതുകൊണ്ട് എന്താ അല്ല, എനർജി കുറച്ച് കൂടുതൽ വേണം കുറവ് വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം കാർബണിനെ സംബന്ധിച്ചിടത്തോളം എന്താ, കാർബൺ ഹാഫ് ഫീൽഡ് സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പഠിപ്പിച്ചായിരുന്നില്ലേ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരിടത്തു നിന്ന് 4 ഇലക്ട്രോണെ മേടിച്ച് അപ്പുറത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ആ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരെണ്ണത്തിനകത്തോട്ട് 4 എണ്ണത്തിനെ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇല്ല. പറ്റും, പക്ഷേ എനർജിയൊക്കെ ഒത്തിരി കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കേസിൽ അത്ര എനർജി കൺസർവേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല, അവർ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഫേവർ ചെയ്യത്തില്ല. പകരം അവരെന്ത് ചെയ്യും, ദേ വിൽ ഷെയർ ദെയർ ഇലക്ട്രോൺ വിത്ത് ദ സറൗണ്ടിങ് ആറ്റം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ്? നോൺ മെറ്റൽസ് ഹാവിങ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് 5, 6, 7. അതിനകത്ത് വേറെ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? കാർബണും ഇൻക്ലൂഡ് ചെയ്യും, ഹൈഡ്രജനും ഇൻക്ലൂഡ് ചെയ്യും. ഇവർ ഇത്രയും പേരാണ് എന്ത് ചെയ്യുന്നത്, കോവാലൻ്റ് ബോണ്ടിങ്ങിനെ ഫേവർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് അർത്ഥം ഓർത്തോണം. എക്സെപ്റ്റ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യത്തില്ലെന്നല്ല. ഏതാ
അതായത് 5, 6, 7 ഇലക്ട്രോൺസ് ഉള്ളവരും പ്ലസ് 5, 6, 7 ഇലക്ട്രോൺസ് ഉള്ളവരല്ല ആര്. ജനറലി 5, 6, 7 ഇലക്ട്രോൺസ് ഉള്ളവരാണ് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അതിലൊരു എക്സെപ്ഷൻ ആണ് എന്ത്? കാർബണും ഹൈഡ്രജനും. കാർബണും ഹൈഡ്രജൻ അത് എന്തുകൊണ്ടാണ് എക്സെപ്ഷൻ വരുന്നത്? കാർബണിന് 4 ഉള്ളൂ, 5, 6, 7 അല്ല. ഹൈഡ്രജൻ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ, 5, 6, 7 അല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിനകത്ത് എക്സെപ്ഷനാണ്. ഓക്കെ ആണല്ലോ? അവരും കോവാലന്റ് ബോണ്ടേ ഫോം ചെയ്യുകയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മുടെ സന ഓക്കെ ആണോ? സന ഓക്കെയാണ് സർ. മിഷൽ ഓക്കെ ആണോ? മിഷൽ ഓക്കെ സർ. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ എടുക്കാം, നോക്കിക്കോളൂ. ഹൈഡ്രജൻ എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ എന്താ? ഹൈഡ്രജൻ ഈസ് എന്താ? ഹൈഡ്രജൻ ഒരു നോൺ മെറ്റലാ ഇല്ലേ? നോൺ മെറ്റൽ. ക്ലോറിനോ എന്താ? ക്ലോറിൻ ഈസ് എ നോൺ മെറ്റൽ ആണോ? ക്ലോറിൻ ഈസ് എ നോൺ മെറ്റൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയുമോ? അവർ തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാകുന്നത്, അയോണിക് അല്ല. നമുക്ക് അയോണിക് ആണെന്ന് തോന്നുമെങ്കിലും അത് അവർ തമ്മിൽ കോവാലന്റ് ബോണ്ടിങ്ങാണ്. HCl പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, HCl. അപ്പം ഹൈഡ്രജൻ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നോക്കിയേ, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ക്ലോറിൻ്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ഇവർ രണ്ടുപേരുമാണ് ചേരുന്നത്. അപ്പം സാധാരണഗതിയിൽ ഇപ്പം ക്ലോറിന് സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് വേണം? ഒരു ഇലക്ട്രോൺ വേണം. അപ്പം ആരാ കൊടുക്കേണ്ടത്? കൊടുക്കണമെങ്കിലും ആരാ കൊടുക്കേണ്ടത്? ഹൈഡ്രജൻ വേണം കൊടുക്കാൻ. ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസ് ഇനി ഉണ്ടോ? അപ്പോൾ ഇല്ലാത്ത ഒരു ഇലക്ട്രോൺ ഇല്ലാത്ത ആരെങ്കിലും എക്സിസ്റ്റ് ചെയ്യുമോ? എക്സിസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ കുറച്ച് അടുത്തോട്ട് നിർത്തിയിട്ട് മോനെ ഷെയർ ചെയ്തെടുത്തോ, ഞാൻ ഷെയർ ചെയ്തേ തരത്തുള്ളൂ, വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയും. അപ്പം ഉണ്ടാകുന്നവരെന്ത്? ഇത് നമുക്ക് ഇൻറ്റു ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഇൻറ്റു ഇട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്ഫർ നടക്കത്തില്ല. ഓക്കെ, ട്രാൻസ്ഫർ നടക്കത്തില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ എന്തില്ല? ഹൈഡ്രജൻ ഇലക്ട്രോൺ ഇല്ല. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരുന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ, അതായത് എച്ച് ഇവിടെ ഉണ്ട്, Cl ഇവിടെ ഉണ്ട്. ഇത് അടുത്തിരിക്കുക, കുറച്ചുകൂടെ അടുത്ത് വരയ്ക്കാം. H ഇവിടെ ഉണ്ട്, Cl ഇവിടെ ഉണ്ട്. Clന് ചുറ്റിനും എന്തുണ്ട്? Clന് ചുറ്റിനും 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഇപ്പോൾ ചേർന്നിരിക്കുന്നുണ്ട്. ഹൈഡ്രജൻ്റെ ഒരെണ്ണം കൂടെ എന്ത് ചെയ്യുന്നു? രണ്ട് ഇങ്ങനെ വന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ടിങ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? രണ്ട് HCl എന്ന് അങ്ങോട്ട് എഴുതുന്നത്, HCl. അപ്പോൾ ഇവർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തോ? ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തോ? ഇല്ല. ക്ലോറിൻ കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചോ? ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വന്നേനെ? H+ഉം Cl- വന്നേനെ. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാത്തതൊന്നും മേടിക്കാത്തതുകൊണ്ടും ഇവർ then ഇങ്ങനെയാണ് വരുന്നത്. അതും പ്രത്യേകം എഴുതിയിട്ടേക്കണം. ഹൈഡ്രജൻ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ക്ലോറിൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. രണ്ട് ബ്രാക്കറ്റ് വേണം എഴുതിയിട്ടോണം. രണ്ട് H ഡെൽറ്റ പോസിറ്റീവും ക്ലോറിൻ ഡെൽറ്റ നെഗറ്റീവും ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇത് മൊത്തം എഴുതണം. ഇത് മൊത്തം താഴത്തെ ഇലക്ട്രോൺ ഷെയറിങ് ഇതിനെ നമ്മൾ ഡെൽറ്റ എന്നാണ് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ സ്മോൾ എന്നർത്ഥം. സ്മോൾ എന്നാണ് അർത്ഥം. ഡെൽറ്റ സ്മോൾ പോസിറ്റീവ് സ്മോൾ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതണ്ട കേട്ടോ. ഡെൽറ്റ മീൻസ് സ്മോൾ എന്നും പറഞ്ഞ് എഴുതണ്ട, അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ നമ്മളിപ്പം സോഡിയം ക്ലോറിനും കൂടെ എങ്ങനെയാണ് ഉണ്ടായത് നോക്കിയേ. എണ്ണയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ഇവിടെ ശ്രദ്ധിച്ചോണം. ഈ ക്ലോറിന് സോഡിയം എന്ത് ചെയ്തു? സോഡിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി ഇവിടെ കൊടുത്തു. ക്ലോറിൻ അത് വാങ്ങി. അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും? ഇവിടെ ഇത് തന്നെയാണ്. ക്ലോറിൻ്റെ ചുറ്റിനും 1, 2, 3, 4, 5, 6, 7 സോഡിയത്തിൻ്റെ ഒരെണ്ണം കൂടെ കിട്ടിയപ്പോൾ അവൻ 8 ആയി. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുക ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തപ്പം Na+ ബോണ്ടഡ് വിത്ത് Cl-. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ഇങ്ങനെയല്ലേ എഴുതിയേ? അല്ലേ? അവിടെ എഴുതിയത് കഴിഞ്ഞ ക്ലാസ്സിലാണോ മിഷേലേ? ഓക്കെ,
അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചാർജ് കിട്ടും, കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കൊടുക്കാത്തതുകൊണ്ട് പാർഷ്യൽ ചാർജേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇതിനകത്തോട്ട് എഴുതിക്കോ, ഡെൽറ്റ പോസിറ്റീവ് മീൻസ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അതായത് ഡെൽറ്റ പോസിറ്റീവ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു ആരോ കൊടുത്തിട്ട് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഡെൽറ്റ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞിട്ട് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അവരും അയോണിക് ആയപ്പോൾ അത് നമ്മൾ പഠിക്കും. ഇപ്പം ഇനി അടുത്ത് നമുക്കത് പഠിക്കാനുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, കോവാലന്റ് ബോണ്ട് ഡബിൾ വരാം, ട്രിപ്പിൾ വരാം. അതായത് 2 ബോണ്ട് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യാം, 1 ബോണ്ട് വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാം, 3 ബോണ്ട് വെച്ചിട്ട്. 2 ബോണ്ട് വെച്ചിട്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ പരസ്പരം ഓരോ ഇലക്ട്രോണിനെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ബോണ്ടാണെങ്കിൽ 2 പേരും ഓരോ ഇലക്ട്രോൺ വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. 2 ബോണ്ട് വരുവാണെങ്കിൽ 2 പേരും ഈ 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. 3 ബോണ്ട് വരുവാണെങ്കിൽ അവർ 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവാലന്റ് ബോണ്ട് അടുത്ത് എഴുതിക്കോ, കോവാലന്റ് ബോണ്ട്, കോവാലന്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് എന്ന് എഴുതിക്കോ. ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്, ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, കോവാലന്റ് ബോണ്ട്. ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ടിൽ ഒന്നാമത്തേത്, ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ടിൽ ഒന്നാമത്തേത് സിംഗിൾ കോവാലന്റ് ബോണ്ട്, സിംഗിൾ കോവാലന്റ് ബോണ്ട്, സിംഗിൾ കോവാലന്റ് ബോണ്ട്. രണ്ടാമത്തേത് ഡബിൾ കോവാലന്റ് ബോണ്ട്, ഡബിൾ കോവാലന്റ് ബോണ്ട്. അതേപോലെ തന്നെ 3 ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. ഡബിൾ കോവാലന്റ് ബോണ്ട്, സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഡബിൾ കോവാലന്റ്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. എഴുതി. ഉറക്കം തൂങ്ങല്ലേ, അടിക്കും ഞാൻ. ഇവിടെ നോക്കിക്കോ, എന്നിട്ട് സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് എഴുതുക, സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് എഴുതുക, കോവാലന്റ് ബോണ്ട് എന്ന് എഴുതുക, സിംഗിൾ കോവാലന്റ് ബോണ്ട് ഹെഡിങ് പോലെ. എന്നിട്ട് എഴുതുക ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഷെയറിംഗ് ഓഫ് one pair of electrons between each atom, between the atom such that each atom contribute each atom contribute one electrons, each atom contributing 1 electron. അത് നമുക്ക് നോക്കിയേ, എക്സാമ്പിൾ എഴുതാം. നോക്കിയേ, ഹൈഡ്രജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ എന്താ, H2 ആണ്. ഹൈഡ്രജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ H2. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയോ, H2 ആണ്. H2 എന്ന് പറയുമ്പോൾ എന്താ, 2H. 2H എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ നോക്കിയേ, ഇവനിപ്പോൾ എന്താ, ഇവൻ 2 ഇലക്ട്രോൺ ഹാപ്പി, ഇവനും 2 ഇലക്ട്രോൺ, ഇവനും എന്താ ഹാപ്പി. കണ്ടോ, ഇത് ഓരോ ഇലക്ട്രോൺ പെയറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രോൺ പെയറാണ് ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഒരു ഇലക്ട്രോൺ ആരുടെയാ, ഒരു ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ ആരുടെയാ, വേറെ. അതാണ് പറയുന്നത് ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ. ഇത് ഒരു പെയർ ഇലക്ട്രോൺ അല്ലേ ഷെയർ ചെയ്തിട്ടുള്ളോ, ആണ്. ആ ഒരു പെയറിൽ ഒരു ഇലക്ട്രോൺ ആരുടെയാ, ഒരു ആറ്റത്തിൻ്റെ. മറ്റേ ആറ്റം ആരുടെയാ, മറ്റേ ഇലക്ട്രോൺ ആരുടെയാ, മറ്റേ ആറ്റത്തിൻ്റെ. അപ്പം ഹൈഡ്രജൻ മോളിക്കൂൾ അതിന് എക്സാമ്പിളാണ്. ഹൈഡ്രജൻ മോളിക്കൂൾ
ഹൈഡ്രജൻ മോളിക്യൂൾ. ഓക്കെ, അടുത്തത് ക്ലോറിൻ മോളിക്യൂൾ. ക്ലോറിൻ മോളിക്യൂൾ നോക്കിയേ, Cl. ഈ Clൻ്റെ ചുറ്റിനും 1 2 3 4 5 6 7 ആണോ? ആണോ നിങ്ങളെ? ആണ്. അടുത്ത ക്ലോറിൻ എന്താ നോക്കിയോ? അടുത്ത ക്ലോറിൻ എന്താ? വരയ്ക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് വരയ്ക്കാം. Cl 1 2 3 4 5 6 7. ഓക്കെ, സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം? ഒരെണ്ണം വേണം ഇല്ലേ? ഈ ക്ലോറിൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുമോ? ഈ ക്ലോറിൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുമോ? ഇല്ല, പകരം ഇവർ അടുത്തോട്ട് നീങ്ങിയിരുന്നു കഴിഞ്ഞാൽ നോക്കിയോ, ഇവൻ ഇങ്ങോട്ട് അടുത്തേക്ക് നീങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ അടുത്തേക്ക് നീങ്ങിയാൽ നോക്കിയോളൂ, ഇവൻ ഇങ്ങനെ അടുത്തേക്ക് നീങ്ങിയാൽ കണ്ടോ? ഇപ്പൊ നോക്കിയേ, ഇവര് തമ്മിൽ ഒരു ബോണ്ടിങ് കണ്ടോ? ഷെയർ ചെയ്തില്ലേ? നോക്കി, ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മൊത്തം? 8. ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മൊത്തം? 8. രണ്ടുപേരും ഹാപ്പി ആയില്ലേ? ഇതാണ് കോവാലന്റ് ബോണ്ട്. രണ്ടുപേരും കൊടുത്തു. ഇവിടെ എത്ര ഇലക്ട്രോൺ പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്? 1. അതിലൊരു ഇലക്ട്രോൺ ആരാ കൊടുത്തത്? ഒരു ക്ലോറിൻ. ഒരു ഇലക്ട്രോൺ ആരാ കൊടുത്തത്? മറ്റേ ക്ലോറിൻ. ഓക്കെ, ഇത് ക്ലോറിൻ മോളിക്യൂളും സിംഗിൾ കോവാലന്റ് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ്. വരച്ചോ. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി ഞാൻ കൂടുതലായിട്ട് ബാക്കിയുള്ളതിൻ്റെ എക്സാമ്പിളൊന്നും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഞാൻ വരച്ച് ജസ്റ്റ് അങ്ങ് വിടുകയാണ്. അടുത്തത് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജനും ക്ലോറിനും കണ്ടോ എന്താ? 1 2 3 4 5 6 7. ഇവിടത്തെ ഒരു ഹൈഡ്രജൻ കൂടി ഇങ്ങനെ കിട്ടും ഇല്ലേ? അപ്പോൾ എന്താ? അപ്പോൾ അവരും എന്താണ്? ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല, തന്നെ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. നോക്കി, അതായത് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. കണ്ടോ? ഇങ്ങനെ അങ്ങ് എഴുതിച്ചാൽ അപ്പോൾ അവനായി ഇല്ലേ? ഇതിങ്ങനൊന്നും എഴുതണ്ട. ഇപ്പം ഇതിനെ എങ്ങനെ എഴുതിയാൽ മതി? H സിംഗിൾ ബോണ്ട് H. ഇതെങ്ങനെ എഴുതിയാൽ മതി? Cl സിംഗിൾ ബോണ്ട് Cl. ഇതിനെ എങ്ങനെ എഴുതിയാൽ മതി? H സിംഗിൾ ബോണ്ട് Cl. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ മറ്റേ ഇലക്ട്രോൺസിൻ്റെ എണ്ണമൊക്കെ വെച്ച് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ നോക്കിയേ, H2O ഇല്ലേ? വാട്ടർ എന്താ? H2O. അതിനെ എഴുതുന്നത് തന്നെ ഇങ്ങനെ HOH എന്നാണ് എഴുതുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ഓക്സിജൻ്റെ ചുറ്റിനും എത്ര ഇലക്ട്രോൺസാണ്? 6 ഇലക്ട്രോൺസ് ആണ് വരേണ്ടത്. അപ്പം ഒരു ഇലക്ട്രോൺ ഇവിടെ വരയ്ക്കുന്നു, 2 3 4 5 6 ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഈ ഹൈഡ്രജൻ എത്ര വേണം സ്റ്റേബിൾ ആവാൻ? ഒരെണ്ണം. ഹൈഡ്രജൻ്റെ ഒരെണ്ണം ഉണ്ട്, കണ്ട് ഇവരിങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഹൈഡ്രജൻ്റെ ഒരെണ്ണം, ഇവരിങ്ങനെ ബോണ്ട് ഫോം ചെയ്തു, കോവാലൻ്റ് ബോണ്ടായി. ഹൈഡ്രജൻ ഹാപ്പി. ഇപ്പോൾ 2 എണ്ണം എന്തായിട്ട് കിടക്കും? 2 എണ്ണം ഷെയർ ചെയ്യാതെ കിടക്കും. ആ ഷെയർ ചെയ്യാതെ കിടക്കുന്നതിന് നമ്മൾ ലോൺ പെയർ എന്നാണ് പറയുന്നത്. അത് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് പഠിക്കുമ്പോൾ പറയും ആ ലോൺ പെയറിൻ്റെ പ്രത്യേകതകൾ എന്താണ്. ഓക്കെ, അപ്പം ഈ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചരിച്ചൊന്നും വരയ്ക്കണ്ട, നിങ്ങൾ ആംഗിളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. then ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. നോക്കിക്കോളൂ, അതായത് ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ, ഇവർ തമ്മിൽ ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഓക്സിജൻ്റെ ഇലക്ട്രോൺ, ഇവർ തമ്മിൽ ബോണ്ട്, പിന്നെ ബോണ്ട് ചെയ്യാതെ 2 ഇലക്ട്രോൺ തന്നെ ഇങ്ങനെ കിടക്കും. കണ്ട മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വരച്ചു. ശരിക്കും ഇതിൻ്റെ ഷേപ്പ് ചരിഞ്ഞായിരിക്കുന്നത്, ബെൻഡ് ഷേപ്പാണ് വാട്ടർ മോളിക്യൂളിന്. ഒന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത ഞാൻ ഇനി ഇങ്ങനൊന്നും വരച്ചു പോകുന്നില്ല. തൽക്കാലം എക്സാമ്പിൾ NH3 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു H ഇവിടെ, ഒരു H ഇവിടെ, ഒരു H ഇവിടെ, ഇവിടെ 2 നൈട്രജൻ്റെ ചുറ്റിനും 5 എണ്ണം വരണം. അപ്പം 1 2 3 ഇങ്ങനെ അങ്ങ് പോയി. ഹൈഡ്രജൻ്റെ 1 2 3 ഇവരുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. ബാക്കി 2 എണ്ണം കിടക്കും. ഇത് അമോണിയ എന്ന് പറയും. അമോണിയ വരച്ചോ. അടുത്തത് മീത്തൈൻ ആണ്. സി, ഇവിടെ സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, then ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ബോണ്ട്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ബോണ്ട്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ബോണ്ട്. കണ്ടോ, ഇതെല്ലാം കോവാലൻ്റ് ആണ്.
മിഷേലിനും സനയ്ക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, വരയ്ക്കാനും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാ? ഓക്കെ. അടുത്ത ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് ഹെഡിങ് എഴുതിക്കോ. ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് ഹെഡിങ് എഴുതാം. ഡബിൾ കോവാലന്റ് ബോണ്ട്. Bond formed by sharing of two pair of electrons between two atoms. Two pair of electron between two atoms. ബ്രാക്കറ്റിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡബിൾ ബോണ്ട് ഇട്ടിട്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. CO2 മോളിക്കൂൾ നോക്കാം. ഓക്സിജൻ മോളിക്കൂൾ, അതായത് ഓക്സിജൻ മോളിക്കൂൾ. ഓക്സിജൻ മോളിക്കൂളിന്റെ ഒരെണ്ണം വരച്ച് കാണിക്കാൻ നോക്കിയോ. ഒരു ഓക്സിജന്റെ ചുറ്റിനും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? ഓക്സിജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ O2 ആണ്. 2 ഓക്സിജൻ ആറ്റം ചേരണം. ഓക്കെ, ആരാണ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. സ്കൂളിൽ നേരിട്ട് വരുമായിരുന്നു. എന്ത് പറ്റി? സ്കൂൾ ഫുട്ബോളിന്. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയോ, 1 2 3 4 5 6 ഒരു ഓക്സിജൻ്റെ ചുറ്റിനുള്ളതായി. അടുത്ത ഓക്സിജൻ നോക്കിയേ, 1 2 3 4 5 6. നോക്കിയേ, ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇവർ തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അപ്പം നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഓക്സിജന് മൊത്തം ഇപ്പോൾ എത്രയായി? 8. അവൻ ഹാപ്പിയായോ? ഹാപ്പിയായി. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഓക്സിജൻ എത്രയായി? 8. അവൻ ഹാപ്പിയായോ? അപ്പോൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ ഹാപ്പിയായി. ഷെയർ ആ ചെയ്തത്. അപ്പോൾ ഇവിടെ 2 ബോണ്ട് ത്രൂ ആണ് അത് ഷെയർ ചെയ്തത്. അതുകൊണ്ടാണ് ഡബിൾ കോവാലന്റ് ബോണ്ട് എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓൺലൈൻ ഇരിക്കുന്നവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പറയാമോ? അതായത് ഇപ്പം ഓക്സിജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റം ചേർന്നിരിക്കുന്നതിനെയാണ് ഓക്സിജൻ മോളിക്കൂൾ എന്ന് പറയുക. അപ്പം ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? സന പറയണം. 6. 6. അപ്പം ഞാൻ 2 ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നു, 2 ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നു, 2 ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുന്നു. ഇനി ഒരു ഓക്സിജൻ ആറ്റം കൂടെ വേണ്ടേ? ഇതുണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഇവിടെ വരയ്ക്കുന്നു. അതിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ്. 1 2 3 4 5 6. ഈ ഓക്സിജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ ഇനി എത്രയും കൂടെ വേണം സന? 2 എണ്ണം. ആ 2 എണ്ണം ഇവിടെ വേറെ ആരും തരാനില്ലല്ലോ. അപ്പൊ ഇപ്പുറത്തെ ഓക്സിജനോട് ചോദിക്കും, ഷെയർ ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പം ഇവന് ചുറ്റിനും ഇപ്പൊ എത്രയായി? 8. ഹാപ്പിയായി. ഇനി അടുത്തത്, ഇപ്പൊ ഈ ഓക്സിജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ 8 വേണം. അപ്പോൾ ഓൾറെഡി ഇവൻ അവനുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺസ് ഇവൻ്റെയും കൂടാ. അപ്പോൾ എന്താ ഇതുണ്ട്, ഇങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഇവനും എന്താണ് 8 ഇലക്ട്രോൺസ്. ഇങ്ങനെയാണ് മോളിക്കൂൾ ഫോം ചെയ്യുക. അത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതത്തുള്ളൂ. എന്താ ഓ ഡബിൾ ബോണ്ടോ ഇങ്ങനെ എഴുതത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂൾ. അത് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂൾ. കാർബൺ ഡയോക്സൈഡ് മോളിക്കൂൾ CO2 എന്ന് പറയും. ഇപ്പോൾ 2 ഓയും 1 CO ഉണ്ട്. നോക്കിയോ, അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയോ. എല്ലാവരും നോക്കിയോ. ഒരു കാർബൺ വന്നു. കാർബണിന് ചുറ്റിനും എത്ര എണ്ണം ഉണ്ട്? എത്ര ഇലക്ട്രോൺ വേണം? എത്ര ഇലക്ട്രോൺ ഉണ്ട് കാർബണിന് ചുറ്റിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? 4 എണ്ണം. അപ്പം ഞാൻ ഒരെണ്ണത്തിനെ ഇവിടെ വരച്ചു, ഒരെണ്ണത്തിനെ ഇവിടെ വരച്ചു, ഒരെണ്ണത്തിനെ ഇവിടെ വരച്ചു, ഒരെണ്ണത്തിനെ ഇവിടെ വരച്ചു. ഓക്സിജന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. അപ്പോൾ 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ. ഇപ്പം 2 ഓക്സിജൻ ഉണ്ടല്ലോ. ഈ ഓക്സിജൻ ഇവിടെ വരച്ചു. ഓക്സിജൻ്റെ ചുറ്റും 6 എണ്ണം. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ. ഈ ഓക്സിജൻ സ്റ്റേബിൾ ആവണേ എത്ര വേണം? 2 എണ്ണം കൂടെ വേണം. അപ്പോൾ ഇവരിങ്ങോട്ട് ഷെയർ ചെയ്യും. ഈ ഓക്സിജൻ ഈ ഇത് 2 എണ്ണം കണ്ടോ, 2 എണ്ണം ഷെയർ ചെയ്തു. ഈ ഓക്സിജൻ സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യണം. ഈ കാർബൺ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കാർബണിന് ചുറ്റിനും എത്രയാണെന്ന് നോക്കിയേ. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, ഈ ഓക്സിജൻ എന്താ
സ്റ്റേബിൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഓക്സിജൻ എന്താ സ്റ്റേബിൾ. അപ്പോൾ ഇപ്പോൾ കാർബണിൻ്റെ ചുറ്റിനും 4 ആയിരുന്നു, ഇപ്പോൾ ഷെയർ ചെയ്തപ്പോൾ വീണ്ടും ഒരു 4 കൂടെ കിട്ടി. അപ്പോൾ കാർബണിൻ്റെ ചുറ്റിനും ഇപ്പോൾ എത്രയായി? ഇങ്ങനെ നോക്കുമ്പോൾ എത്രയായി? അതും എന്തായി? അതും 8. കാർബണും സ്റ്റേബിളാണ്. മനസ്സിലായി? ഇതിനെ ഇതല്ലാതെ എഴുതുന്നുണ്ട് ഇങ്ങനെയാണ്, സി ഡബിൾ ബോണ്ടോ ഇങ്ങനെയായിട്ട് എഴുതുക. ഇനി അടുത്ത് എന്താ? ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് നോക്കാം. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് bond formed by the sharing of 3 electron pairs between the atoms. നമുക്ക് നൈട്രജൻ എക്സാമ്പിൾ എടുക്കാം. നൈട്രജൻ മോളിക്യൂൾ. നൈട്രജൻ ആറ്റമാണ് N എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. നൈട്രജൻ മോളിക്യൂളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? N2 എന്നേ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജന്, ക്ലോറിന്, അതേപോലെ നൈട്രജന്, ഹൈഡ്രജന് ഇതെല്ലാം ഡയാറ്റോമിക് മോളിക്യൂളാണ്. 2 ആറ്റം ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ആയിട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ N2 എന്ന് എഴുതാം. N2. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, N ഇവിടെയും എന്താണ് N. ഒരു നൈട്രജന്റെ ചുറ്റിനും എത്ര ബോണ്ടുണ്ട്? ഔട്ടർ മോസ്റ്റിൽ 5 എണ്ണം. അപ്പം നോക്കിയേ, ഞാൻ 3 എണ്ണം ഇവിടെ കൊടുക്കുന്നു. 1 2 3. 2 എണ്ണം ഇവിടെ കൊടുക്കുന്നു. അതേപോലെ 3 എണ്ണം വേണ്ടി ഇവിടെ കൊടുക്കുന്നു. 2 എണ്ണം ഇവിടെ കൊടുക്കുന്നു. ഈ നൈട്രജൻ സ്റ്റേബിൾ ആവണേ എത്ര കൂടെ വേണം? 3 എണ്ണം. അപ്പം കേട്ടോ, 3 എണ്ണം വേണ്ടി ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് വാങ്ങിച്ചു. ഈ നൈട്രജൻ സ്റ്റേബിൾ ആവണേ എന്ത് വേണം? 3. അത് ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു? ഇപ്പം ഇങ്ങോട്ട് ഷെയർ ചെയ്തെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്തു എന്നല്ലേ അർത്ഥം, അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവർ തമ്മിൽ എന്തായി? സ്റ്റേബിളായി. അപ്പം ഇതിനെ നമുക്ക് നോർമലി വരയ്ക്കുവാണെങ്കിൽ N ട്രിപ്പിൾ ബോണ്ട് N ഇങ്ങനെ വരയ്ക്കും. വേറൊരു മോളിക്കൂളാണ് ഈത്തൈൻ മോളിക്കൂൾ എന്ന് പറയും. ഈത്തൈൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ തന്നെ ഇങ്ങനെ വരുന്നു. അപ്പം ഒരു കാർബണിന് ചുറ്റിനും എത്ര? ഒരു കാർബണിന് ചുറ്റിനും 4 എണ്ണം വരണം. അപ്പം ഞാൻ 3 എണ്ണം ഇവിടെ കൊടുക്കുന്നു, 1 എണ്ണം ഇവിടെ കൊടുക്കുന്നു. ഇവിടെയും 3 എണ്ണം ഇവിടെ കൊടുക്കുന്നു, 1 എണ്ണം ഇവിടെ കൊടുക്കുന്നു. ഹൈഡ്രജനാണ് വരുന്നത്. ഹൈഡ്രജൻ 1 എണ്ണം ഉണ്ട്, ഇത് ഷെയർ ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, 1 ഇലക്ട്രോൺ ആണ്, ഹൈഡ്രജൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഹൈഡ്രജൻ ഹാപ്പി. ഇനി കാർബൺ ഹാപ്പി ആണോ എന്ത് ചെയ്യണം? കാർബണിന് ചുറ്റിനും എത്ര എണ്ണം വരണം? 8 എണ്ണം വരണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബോണ്ട് ചെയ്തു. കണ്ടോ? 1 2 3. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കാർബണിൻ്റെ ചുറ്റിനും എത്രയായി? ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 3 6 ഉണ്ടോ? ഇങ്ങനെ നോക്കുവാണെങ്കിൽ 3 6 2 8. ഈ കാർബൺ ഹാപ്പി. ഇങ്ങനെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഈ കാർബണും എന്ത് തന്നെയാണ്? ഹാപ്പിയാണ്. ഹൈഡ്രജൻ നോക്കുവാണെങ്കിൽ കണ്ടോ, ഈ ഒരു ഹൈഡ്രജൻ ഹാപ്പി, ഈ ഒരു ഹൈഡ്രജനും ഹാപ്പി, ഇല്ലേ? ഇതിനെ എങ്ങനെ എഴുതുന്നറിയോ? ഇങ്ങനെ എഴുതുന്നു. അല്ലെങ്കിൽ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? എഴുതിയോ? എഴുതിയില്ല. പെട്ടെന്ന് എഴുതിക്കോ, ഫാസ്റ്റ്.
അടുത്ത ഹെഡിങ് എഴുതിക്കോ, നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മൾ നേരത്തെ കോവാലന്റ് ബോണ്ട് വരച്ചപ്പോൾ HCl വരച്ചപ്പോൾ ഞാൻ ഒരു സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവ് ഇട്ടായിരുന്നു. എന്നാൽ ഹൈഡ്രജനും നൈട്രജനും ഒക്കെ വരച്ചപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ് ഇട്ടോ? ഇല്ല. അപ്പം അവിടെ രണ്ട് ടൈപ്പ് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം ചിന്തിച്ചോണം. പോളാർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഷെയർ ചെയ്താലും എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ടല്ല ഷെയർ ചെയ്യുന്നത്. ചാർജ് അവിടെ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ് വരുന്നതിനെയാണ് പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇത് നോൺ പോളാർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ചാർജ് അവിടെ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ് ഈ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്? ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. അപ്പം എഴുതിക്കോളൂ, കോവാലന്റ് കോമ്പൗണ്ട്സ് are non-polar when shared pairs of electron are equally distributed between two atoms. Covalent compounds are non-polar when shared pair of electrons are equally distributed between two atoms. എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നോക്കിയോ, ഹൈഡ്രജൻ്റെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഈ ഹൈഡ്രജൻ്റെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. ഈ ഹൈഡ്രജൻ്റെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. ഈ ഹൈഡ്രജൻ ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്? കോവാലന്റ് കോമ്പൗണ്ട് ആർ നോൺ പോളാർ വെൻ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ അവൻ്റെ പൊസിഷനിൽ തന്നെ നിന്നിട്ട് ഷെയർ ചെയ്യുന്നു. ഇവൻ അവൻ്റെത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ്? ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. ഇവിടെ അതേപോലെ തന്നെ 1 2 3 4 5 6. ഈ ഓക്സിജൻ്റെ ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. തിരിച്ചു വലിക്കുന്നുണ്ടോ? അതായത് ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുക? അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ തന്നെ നിന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാൾക്കാരും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? രണ്ടുപേരെ അങ്ങോട്ടേക്ക് വലിക്കുന്നത്. അതായത് രണ്ട് ഒരേ പവറുള്ള ആൾക്കാർ തമ്മിൽ വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ശരിയല്ലേ? രണ്ട് ഒരേ പവറുള്ള ആൾക്കാർ പഞ്ച് പിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. വടം വലിക്കുമ്പോഴും അതുപോലെ തന്നെ. ശരിയല്ലേ? ആണോ മിഷേലേ? ആണ്. അപ്പം ഇവിടെയും എന്താണ്? ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരും നോൺ പോളാർ ആണ്. ഇനി നൈട്രജൻ്റെ കേസ് എടുക്കാം. എന്താ? 1 2 ഇല്ലേ? നൈട്രജൻ്റെ മൊത്തം 5 എണ്ണം ഇല്ലേ? 1 2 3 4 5. ഇതെന്താ? 1 2 3 4 സോറി 1 2 3 4 പുറത്ത് വരയ്ക്കാം. 1 2 3 4 5. നോക്കിയേ, ഈ നൈട്രജൻ്റെ ഇലക്ട്രോൺ പെയറിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഈ നൈട്രജൻ്റെ ഇലക്ട്രോൺ പെയർ ആയിട്ടുള്ളതിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യുക? അവിടെ തന്നെ നിർത്തി ഈക്വൽ ആയിട്ട്, അതായത് ഇവൻ ഇങ്ങോട്ടേക്ക് എത്ര ഇത് കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ എന്ത് ചെയ്യുക? ഇവൻ ഇങ്ങോട്ടേക്ക് കൊടുത്ത് ബോണ്ട് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർ പൊളാരിറ്റി, ഇവർക്ക് ചാർജ് വരത്തില്ല. പോളാർ എന്ന് പറഞ്ഞാൽ എന്താ? പോളാർ മീൻസ് ഓരോന്നിൻ്റെ മണ്ടയ്ക്ക് ചാർജ് വരിക. അത് കംപ്ലീറ്റ് ചാർജ് ആയിട്ടും വരാം, പാർഷ്യൽ ചാർജ് ആയിട്ടും വരാം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല? ഇവിടെ ചാർജ് വരുന്നില്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, എഴുതിയിട്ട് ഇനി അടുത്തത് അപ്പം വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് വേണേൽ എഴുതാം.
in short, bond formed between covalent bond formed between ആണ്. In short, covalent bond formed between covalent bond formed between similar atoms are polar covalent non-polar covalent bond are non-polar covalent bond are non-polar covalent bond. അതായത് സിമിലർ ആറ്റങ്ങളാകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഷെയർ ചെയ്യുമ്പം അവിടെ തന്നെ വെച്ച് ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊന്നും വെക്കത്തില്ല. പക്ഷെ നേരത്തെ ഹൈഡ്രജൻ എന്താ ചെയ്യുന്നത്, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചെയ്തപ്പോൾ അല്ല ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചെയ്തപ്പോൾ എന്താ ചെയ്തത്, ഇതിങ്ങനെ അടുത്തോട്ട് വന്നു. മനസ്സിലായി? അടുത്തോട്ട് വന്നാൽ അവർ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്നറിയാം, ആ ബോണ്ടിനെ കുറച്ച് ക്ലോറിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യും, നീക്കി വെക്കും. പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യത്തില്ല, രണ്ട് സിമിലർ ആറ്റം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടിനെ നീക്കി വെക്കത്തില്ല. ബോണ്ടിനെ ഏതെങ്കിലും സൈഡിലോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അറിയത്തില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ, ഓൺലൈൻ ഇരിക്കുന്നവർക്ക് അറിയത്തില്ലെങ്കിൽ ചോദിക്കണം, മനസ്സിലായാലേ ചോദിക്കണം. ആരാ അടുത്തത് നോൺ പോളാർ അല്ല പോളാർ. അടുത്ത പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് എഴുതിക്കും. പോളാർ കോവാലന്റ് കോമ്പൗണ്ട്. പോളാർ കോവാലന്റ് കോമ്പൗണ്ട്. എന്നിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്: the covalent compound are said to be polar when shared pair of electrons are not at equal distance between two atoms. ഓക്കെ ആണല്ലോ. താഴോട്ട് this result in the formation of slight positive and slight negative charge on them. And they ionize water. എക്സാമ്പിൾ നമുക്ക് HCl എടുക്കാൻ നോക്കിയോ. HCl എന്താ ചെയ്യുന്ന അറിയോ? എച്ചിന് ഒരിത്, അത് ക്ലോറിൻ എന്താ 1 2 3 4 5 6 7. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങോട്ട് കൊടുക്കുമല്ലോ, ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കിയോ. എച്ച് ഇവിടെ എന്താ Cl 1 2 3 4 5 6 7 8 അല്ലേ. പക്ഷേ നേരത്തെ ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ അൺഈക്വൽ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ഇതേണ്ട, അതായത് എച്ച് ഇവിടെ ഇരിക്കും, എച്ചിൻ്റെ ഒരു ഇലക്ട്രോണിനെയും കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ, രണ്ട് ക്ലോറിൻ എന്ത് ചെയ്യും, ക്ലോറിൻ ഇങ്ങോട്ടേക്ക് വലിച്ചു വെക്കും. കംപ്ലീറ്റ് വിട്ടു കൊടുക്കത്തില്ല, കംപ്ലീറ്റ് മേടിക്കത്തുമില്ല, രണ്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ? മറ്റേ എല്ലാം നമ്മളെങ്ങനെയാണ് വരച്ചത്? കൃത്യം ഇപ്പം ഓക്സിജൻ നമ്മളെങ്ങനെയാണ് വരച്ചത്? രണ്ട് ഇവിടെ
ഇവിടെ കണ്ടോ കൃത്യം നടുക്ക. എന്നാൽ ഇവിടെ എന്താ കുറച്ച് ഇങ്ങോട്ട് നീക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും വരും. അപ്പോൾ ഇത് പോളാറായി. മനസ്സിലായില്ല? ശ്രദ്ധിച്ചില്ല? അതായത് ഇവർ ബോണ്ട് ഫോം ചെയ്യുമല്ലോ. ബോണ്ട് ഫോം ചെയ്യുന്നത് എന്താ പറയുക, ഈ ക്ലോറിൻ, ഈ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ബോണ്ടിനെ ക്ലോറിൻ അടുത്തോട്ട് നീങ്ങി വെക്കും. അപ്പം ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഇപ്പം എവിടോട്ടാണ് നീങ്ങിയിരിക്കുന്നത്? ക്ലോറിൻ അടുത്തോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോറിൻ എന്താ ഒരു നെഗറ്റീവ് ചാർജ്, കുറച്ച് നെഗറ്റീവ് ചാർജ് വരും. സാധാരണ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, സോഡിയവും ക്ലോറിനും കൂടെ ചേരുമ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ അത് വാങ്ങിക്കുക. അപ്പം സോഡിയം കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കൊടുത്തപ്പോൾ സോഡിയത്തിന് എന്ത് ചാർജ് ആവുന്നത്? കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജും ക്ലോറിന് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജും. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് ആരും മേടിച്ചിട്ടില്ല, ക്ലോറിൻ മേടിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ അടുത്തോട്ട് നീക്കി വെച്ചിരിക്കുക, ബോണ്ട് ഫോം ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുക. അപ്പം കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും, കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിക്കാത്തത് കൊണ്ട് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഇവിടെ വന്നു. കംപ്ലീറ്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് വന്നേനെ. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വാങ്ങിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുക, അടുത്തോട്ട് നീക്കിയിരുത്തുക. മനസ്സിലായോ? ഓക്കെ. ഇത് തന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഇതിന് എക്സാമ്പിൾ. ഇത് വരച്ചിട്ടോ ആണെങ്കിൽ നമ്മൾ ഇതുവരെ വരച്ച ബോണ്ടുകളെല്ലാം എന്തായിരുന്നു? കൃത്യം നടുക്കായിട്ടാണ് വരച്ചേ, ശരിയല്ലേ? പക്ഷെ എന്നാൽ ഈ ബോണ്ട് എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കും. അപ്പോൾ അവിടെ പൊളാരിറ്റി ഉണ്ടാവും. ആ പൊളാരിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും എന്നറിയാമോ? ആരാണോ ഇലക്ട്രോണിനെ വലിക്കുന്നത്, ഇലക്ട്രോൺ പെയറിനെ വലിക്കുന്നത്, അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേണ്ടി ഇങ്ങനെയാണ്. അതും കൂടെ എഴുതാം നമുക്ക്. നോക്കിക്കോളൂ, അതും കൂടെ എഴുതാം. നോക്കിക്കോളൂ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. വേണ്ട എച്ച് എന്ന് എഴുതി, ഒരു ബോണ്ട് ഇട്ടു, CL എന്ന് എഴുതി. നടുക്കായിട്ടല്ല, കുറച്ചിങ്ങോട്ട് ഇങ്ങനെ ഇട്ടാലും മതി. HCl ഇങ്ങനെ ഇട്ടാലും മതി. ആ ബോണ്ട് എങ്ങോട്ട് നീങ്ങിയായിരിക്കുന്നത്? ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയായിരിക്കുന്നത്. പക്ഷെ ഡയറക്ഷൻ കൊടുക്കണം. വേണ്ട ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ കൊടുക്കണം. ഇത് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്, സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. ഇതിനെ നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയും. അതായത് ഈ ആരോ ഇട്ട് കാണിക്കുന്നതിന് ഡൈപോൾ മൊമെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് ആരോ ഇട്ട് വരച്ചോ തൽക്കാലം. താഴോട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ഹിയർ ആരോ on the line represents that the shared pair is shifted towards that atom. Shifted towards that atom. അപ്പം ഇവിടെ ഇങ്ങോട്ട് ആരോ കാണിക്കുമ്പം ആ ഇലക്ട്രോൺ പെയർ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങോട്ടേക്കാണ് അടുത്തോട്ടിരിക്കുന്നത്? ആരുടെ അടുത്തോട്ടായിരിക്കുന്നത്? ക്ലോറിൻ്റെ അടുത്തോട്ടായിരിക്കുന്നത് എന്നാണ് അത് അർത്ഥം. ഓക്കെ ആണല്ലോ? അടുത്ത 2-3 എക്സാമ്പിൾ ഒന്ന് എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കിക്കോളൂ, ഇതങ്ങ് തുടക്കിയാണ്. അവിടെ കിടക്കട്ടെ. നോക്കിക്കോളൂ, വാട്ടറിന് എങ്ങനെയാണെന്നറിയോ? H2O കണ്ടോ? H2O ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതിൽ ഓക്സിജൻ ആണ് കുറച്ചുകൂടി ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഈ ബോണ്ടിനെ എങ്ങോട്ടേക്ക് നീക്കി വെക്കും? ഓക്സിജൻ എങ്ങോട്ടേക്ക് നീക്കി വെക്കും? ഓക്സിജൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യും? നീക്കി വെക്കും. ശരിയല്ലേ? ഈ ബോണ്ട് ഷെയർ ചെയ്യുന്ന ബോണ്ടിനെ ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും. അപ്പോൾ ഓക്സിജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഈ 2 ഹൈഡ്രജന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഓക്കെ. അടുത്തത് അമോണിയ NH3 ആണ്. NH3 ശരിക്കും ഇങ്ങനെ വരയ്ക്കേണ്ടത്, NH3. അപ്പോൾ NH3 വരയ്ക്കുന്ന സമയത്ത് നൈട്രജന്, കാരണം ഈ ബോണ്ടിനെ നൈട്രജൻ്റെ അടുത്തോട്ട് തന്നെ ഇങ്ങോട്ട് കാണിക്കണേ, ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഇട്ടേക്കണം. അപ്പം ഇവിടെ നൈട്രജനെ നമുക്ക് എന്താ? ഇവിടെ നൈട്രജന് സ്ലൈറ്റ്
പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവാണ്. നൈട്രജന് സ്ലൈറ്റ് നെഗറ്റീവും ബാക്കിയുള്ള ഹൈഡ്രജൻ എല്ലാം എന്താണ് സ്ലൈറ്റ് പോസിറ്റീവുമാണ് വരുന്നത്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെ കാണിക്കും? ഇതേണ്ട നൈട്രജൻ്റെ അടുത്തോട്ട്. അടുത്തത് ഹൈഡ്രജൻ അയഡൈഡ് HI എന്ന് പറയുമ്പം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുന്നു. ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ്, ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ്. ഇനി ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇവരെ വെള്ളത്തിൽ അലിയിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവും അല്ലേ ഉള്ളൂ. ഇവരെ ഞാൻ വെള്ളത്തിലോട്ട് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജും കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. അപ്പോൾ എന്താ കംപ്ലീറ്റ് ആയിട്ടുള്ള അയോൺ ആയിട്ട് മാറും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവരെന്തായിട്ടായിരിക്കുന്നത്? പാർഷ്യൽ ചാർജ് ആയിട്ടായിരിക്കുന്നത്. ഇവരെ ഞാൻ വെള്ളത്തിൽ കലക്കി എന്ത് ചെയ്യും? ഈ H ഡെൽറ്റ പ്ലസ് എന്നുള്ളത് എന്തായിട്ട് മാറും? H പ്ലസ് ആയിട്ട് മാറും. O ഡെൽറ്റ മൈനസ് എന്നുള്ളത് എന്തായിട്ട് മാറും? O2 മൈനസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അതും കൂടെ താഴോട്ട് ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ഇൻ സൊല്യൂഷൻ മീൻസ് വാട്ടർ. ഇൻ സൊല്യൂഷൻ അതായത് വാട്ടർ എന്ന് എഴുതാം. ഇൻ സൊല്യൂഷൻ ദ ഫ്രാക്ഷണൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്മോൾ ചാർജ്, സ്ലൈറ്റ് ചാർജ്, ഫ്രാക്ഷണൽ ചാർജസ് ഓഫ് പോളാർ കോവാലന്റ് കോമ്പൗണ്ട് ആർ കൺവേർട്ടഡ് to complete charges and ions are produced. The process by which covalent compounds are converted into ions is called ionization. ഇത്രയേ ഉള്ളൂ. ക്ലാസ് നിർത്തിയേക്കാം. Okay.